നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികളുടെ ശ്രദ്ധയ്ക്ക് കടുത്ത മുന്നറിയിപ്പുമായി കുവൈറ്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. ബാൽക്കണിയിലെ വസ്ത്രം ഉണക്കലടക്കമുള്ള നിയമലംഘനങ്ങൾക്ക് പിഴ വർദ്ധിപ്പിക്കുന്നതിലുൾപ്പെടെ നിയമപരിഷ്കരണം കുവൈറ്റ് മുനിസിപ്പാലിറ്റി പരിഗണിക്കുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുവൈറ്റ് മുനിസിപ്പാലിറ്റി പൊതുശുചിത്വം, ചവറ്റുകുട്ട ഗതാഗതം എന്നിവ സംബന്ധിച്ച് തയ്യാറാക്കിയ പുതിയ കരട് ഓർഡിനൻസ് അവലോകനം ചെയ്യാൻ കൗൺസിലിന്റെ ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ ഉണക്കാനിടുന്നത് കനത്ത പിഴ ചുമത്തുന്നതാണ് കരട് നിർദ്ദേശം എന്നത്. നിലവിൽ ബാൽക്കണിയിലും ജനലിലും വസ്ത്രം ഉണക്കാനിടുന്നത് 100 ദിനാർ മുതൽ 300 ദിനാർ വരെ പിഴ ചുമത്താവുന്ന കുറ്റമാണെന്നാണ് അധികൃതർ പറയുന്നത്. ഇത് 500 ദിനാറാക്കി ഉയർത്താനാണ് നിർദ്ദേശം. കെട്ടിടങ്ങളുടെ ഭംഗി കെടുത്തുന്ന രീതിയിൽ ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ ഉണക്കാനിടുന്നതും ഫർണിച്ചറുകൾ മറ്റും കൂട്ടിയിടുന്നതും തടയുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള നിർദ്ദേശം കുവൈറ്റ് മുനിസിപ്പാലിറ്റി നൽകി കഴിഞ്ഞു. ബാൽക്കണിയിൽ തുണികൾ വിരിക്കുന്നത് കെട്ടിടങ്ങളുടെയും നഗരത്തിന്റെയും ഭംഗി നഷ്ടപ്പെടുത്തുമെന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടാതെ ഇത്തരത്തിൽ ബാൽക്കണിയിൽ ഫർണിച്ചറുകളും മറ്റ് അനാവശ്യ സാധനങ്ങൾ കൂട്ടിയിടുന്നതും നിയമലംഘനമായാണ് കണക്കാക്കുക. ഇതുകൂടാതെ അനുവദനീയമല്ലാത്ത സ്ഥലത്ത് ഗ്രില്ലിംഗ് നടത്തുന്നതും വലിയ കുറ്റമായി തന്നെയാണ് കുവൈറ്റ് പറയുന്നത്. തെരുവുകൾ, സ്ക്വയറുകൾ, പൊതുപാർക്കുകൾ, വാട്ടർ ഫ്രണ്ടുകൾ, സർക്കാർ ഉടമസ്ഥതയിലുള്ള വസ്തുക്കൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ ഇറച്ചി ചുടുന്നത് അനുവദിക്കുന്നതല്ല. അനുവദനീയമായ സ്ഥലത്ത് ഇക്കാര്യം പ്രത്യേകം എഴുതി വെക്കുന്നതായിരിക്കും. അല്ലാത്ത സ്ഥലത്ത് ഗ്രില്ലിംഗ് നടത്തിയാൽ 5000 ദിനാർ മുതൽ 2000 ദിനാർ വരെ പിഴ ചുമത്തുന്നതായിരിക്കും. കെട്ടിടങ്ങളുടെ ഭംഗി കെടുത്തുന്ന രീതിയിൽ ഫർണിച്ചറുകൾ കൂട്ടിയിടുന്നതിനും കാർപ്പറ്റ് പോലുള്ള വസ്തുക്കൾ റോഡിൽ കഴുകുന്നതിനും കനത്ത പിഴ ഈടാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.